പത്തനംതിട്ടയിൽ പ്രമാടം എന്ന് പറയുന്ന സ്ഥലത്ത് 75 വർഷം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാലയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരവും ഭാഗ്യമൊക്കെ കിട്ടി. ഒരു കുടുംബത്തിൻ്റെ തന്നെ തുടർച്ചയായിട്ടാണ് അത് ഭാവന ചെയ്യപ്പെടുന്നെങ്കിലും പ്രദേശത്തിൻ്റെ മുഴുവൻ സ്നേഹവും കൃതജ്ഞതയും ഒക്കെ സ്വന്തമാക്കുന്ന ഇത്രയും പ്രിയപ്പെട്ടൊരു വിദ്യാലയം അത്. ഗാന്ധിയൻ പശ്ചാത്തലമൊക്കെ ഉള്ള ചില വലിയ മനുഷ്യൻ്റെ തുടർച്ചയാണ് ആ സ്കൂൾ. മനോരമയിലെ സീനിയർ ജേർണലിസ്റ്റായ സുഭാഷ് ചേട്ടൻ്റെ അപ്പൂപ്പനൊക്കെയാണ് അത്, അല്ലെങ്കിൽ അദ്ദേഹമാണത് ആരംഭിച്ചത് അച്ഛനായിട്ടും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനുജനൊക്കെയാണ് സ്കൂളിൻ്റെ മാനേജർ. നമുക്ക് വളരെ ഒരു അന്തരീക്ഷത്തിൽ സാത്വികതയും കുലീനതയും സൗഹൃദവും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കലാലയ അന്തരീക്ഷമാണ് അവിടെ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടികളുണ്ട്. അതിൽ 3-ാം ദിവസം പ്രഭാതത്തിൽ ഗുരുവന്ദനം എന്ന് പറയുന്നൊരു കാര്യത്തിനാണ് ഒരു ക്ഷണമുണ്ടായത്. ഇങ്ങനെ ഞാൻ എൻ്റെ അപ്പനെ ഓർക്കുകയായിരുന്നു. അപ്പൻ്റെ ഏകദേശം പ്രായം വരുന്ന 80 കഴിഞ്ഞിട്ടുള്ള കുറേ അധികം പൂർവാധ്യാപകർ അവിടെ എൻ്റെ അങ്കണത്തിലുണ്ട്. അവരോട് ആദരവ് പറയാനും അവരെ നമസ്കരിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ടാണ് ആ ദിവസം മാറ്റിവെച്ചത്. ഏകദേശം 40ഓളം പഴയ അധ്യാപകർ ഈ ഒരു ചടങ്ങുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ വലിയൊരു ഈർപ്പം ഇങ്ങനെ നിലനിന്നിരുന്ന, നമുക്കിങ്ങനെ ശുദ്ധീകരിക്കുന്ന എന്തോ ഒരു ഘടകമായിട്ടാണ് ആ 2 മണിക്കൂർ നേരം വരുന്ന ആ ഒരു കാര്യം അനുഭവപ്പെട്ടത്. ഞാനതാണ് പറയാനായിട്ട് ശ്രദ്ധിച്ചത്. എനിക്ക് വേദപുസ്തകത്തിൽ മാർത്തായുടെയും മേരിയുടെയും കഥ പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു കുഞ്ഞു വിചാരം പങ്കുവെച്ചത്. നമുക്കറിയാവുന്ന കഥ തന്നെയാണ്. ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, വേറൊരു സ്ത്രീ എൻ്റെ ആചാര്യൻ്റെ കാൽപ്പാദങ്ങളിലിരിക്കുന്നു. വസ്തുത്തിൽ ഒരു കലാലയത്തിൽ ഇത് കണക്കൊരാഘോഷം ഉണ്ടാകുമ്പോൾ മനുഷ്യനെ ചലിച്ചുകൊണ്ടിരിക്കുക, അത് അക്ഷാർത്ഥത്തിൽ ഇങ്ങനെ പ്രാന്ത് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. കാരണം എന്നാൽ മാത്രമേ ഓരോ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കുകയുള്ളൂ. അതിനിടയിൽ ഈ 2 മണിക്കൂർ എന്ന് പറയുന്നത് മേരിയെ കണക്ക് ആചാര്യന്മാരുടെ കാൽപ്പാദം ഇരിക്കാൻ വേണ്ടിയാണ്. അതിനകത്തുനിന്ന് കിട്ടുന്ന എന്തോ ഒരു പ്രകാശവും തെളിച്ചമൊക്കെ ഉണ്ട്. യേശു തന്നെ പറയുന്ന കണക്ക് ഇവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരുപക്ഷെ ആ ഒരു മുഴുവൻ ത്രിദിന ആഘോഷത്തിൻ്റെ ഒരു പട്ടിക ഓർമ്മയൊക്കെ വരുമ്പോഴും ഞാൻ വിചാരിക്കും, ഈ ഒരു പാദപീഠത്തിലിരുന്ന അല്ലെങ്കിൽ പാദങ്ങൾക്കരികിലിരുന്ന ആ ഒരു മണിക്കൂറായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഓർമ്മിക്കാൻ പോവുക. അധ്യാപകൻ എന്തൊരു ലോകമാണ് നമുക്ക് വേണ്ടി തുറന്നു തന്നത്. അതൊക്കെ ഒരു ചെറിയ കാലത്തിൽ കുഞ്ഞുങ്ങൾക്ക് വീട്ടിനകത്ത് കാര്യമായ പരിഗണന കിട്ടിയിട്ടില്ല. പലപ്പോഴും അവരുടെ പേര് പോലും അവർ മറന്നു പോകുന്ന വിധത്തിൽ അവർ പേരില്ലാത്തവരായിട്ടും എടീന്നൊക്കെ ആയിട്ടും അവർ വളർത്തപ്പെട്ടു. കുഞ്ഞുങ്ങൾക്കൊരു പേരുണ്ടെന്നും കുഞ്ഞുങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നും അവരിൽ നിന്ന് ചില കാര്യങ്ങൾ രൂപപ്പെടുത്താനാവുമെന്നൊക്കെ വിശ്വസിച്ച ആ അധ്യാപകരാണ് വാസ്തവത്തിൽ ഈ ഒരു പ്രഭാതത്തിൽ നമുക്ക് വെറുതെ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പദം. കൃതജ്ഞതാഭരിതമായിട്ട് വെറുതെ നമുക്ക് നമ്മുടെ അധ്യാപകരെ ഓർമ്മിക്കാം. വേദപുസ്തകത്തിൽ ഒരാളുടെ അന്ത്യം എങ്ങനെയായിരിക്കും നിർവചിക്കപ്പെടാൻ പോകുന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു സൂചന യേശു പറയുന്നുണ്ട്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, എന്ത് ചെയ്തു? ഞാൻ വിചാരിക്കുന്നു ഈ 6 ചോദ്യങ്ങൾക്കും ഒരുപക്ഷെ ഏറ്റവും നല്ല അളവിൽ ഉത്തരം കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഗുരുജനങ്ങൾക്കായിരിക്കും. അവരായിരുന്നു നമുക്കിങ്ങനെ അറിവിൻ്റെ അപ്പം നൽകിയത്, ഇങ്ങനെ ഈശ്വരാന്വേഷണത്തിൻ്റെയോ ജ്ഞാനാന്വേഷണത്തിൻ്റെ ദാഹം ശമിപ്പിച്ചത്, നമ്മുടെ അപമാനങ്ങൾ നമ്മളെ പൊതിഞ്ഞ് പിടിച്ചത്, നമ്മുടെ രോഗാതുരതയിൽ നിന്ന് നമുക്ക് ഔഷധം നൽകിയത്, നമ്മളെത്തിച്ചേർന്നിരുന്ന ഓരോ തരം കൊച്ചു പെറ്റിയായിട്ടുള്ള കാര്യങ്ങളുടെ ആ കുഞ്ഞു കുടിസുമുറിയിൽ നമുക്ക് മോചനം നൽകിയത്, നമുക്ക് പരദേശികളായ നമുക്ക് അഭയം നൽകിയത്. ഞാൻ വിചാരിക്കുന്നു ഗുരുക്കന്മാർക്ക് ആ അർത്ഥത്തിൽ സ്വർഗരാജ്യമേ ഉള്ളൂ. കാരണം ഇത് കൃത്യമായിട്ട് പൂർത്തിയാക്കിയത് ഒരുപക്ഷെ അവർ മാത്രമായിരിക്കും.
താങ്ക് യു.